السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज 23 मार्च है. ഇന്ന് മാർച്ച് 23 ആണ്. ഈ ദിവസം ജമാഅത്തിൽ മസീഹെ മഊദ് ദിനം എന്ന നിലയിലാണ് സ്മരിക്കപ്പെടുന്നത്. ഈ ദിവസവുമായി ബന്ധപ്പെട്ട് മസീഹെ മൗദ് ദിനയോഗങ്ങളും ജമാഅത്ത് സംഘടിപ്പിക്കുന്നു. അടുത്ത 2 ദിവസം വീക്കെൻഡ് ആണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒരുപാട് ജമാഅത്തുകൾ ഈ ജൽസകൾ സംഘടിപ്പിക്കും. അതിൽ ഇതിന്റെ ചരിത്രവും പശ്ചാത്തലവും സകലതും വിവരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതാണ്. അതിൽ അവിടുന്ന് മസീഹെ മൗഊദിന്റെ നിയോഗ ഉദ്ദേശം, ആവശ്യകത, സ്ഥാനമാനം എന്നിവയെക്കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത്. അങ്ങയുടെ വാദത്തിനു ശേഷം നാമധാരികളായ മുസ്ലിം പണ്ഡിതന്മാർ പൊതു മുസ്ലിങ്ങളെ അങ്ങേക്ക് എതിരിൽ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവിധത്തിലും ശക്തി ചെലുത്തി, അങ്ങേയറ്റം കഠിനശ്രമം നടത്തി. അവർക്ക് പോകാൻ സാധിക്കുന്നിടത്തോളം അവർ പോയി. ഇപ്പോഴും ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ സഹായത്താൽ അങ്ങയുടെ ജമാഅത്ത് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സത്പ്രകൃതക്കാരായ ആളുകൾ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് തന്റെ ആഗമനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, ഞാൻ തന്നെയാണ് വരാനിരിക്കുന്ന മസീഹ് എന്നതിനെക്കുറിച്ച് പറയുന്നു. യഥാർത്ഥ തൗഹീദും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധിയും ആദരവും യാഥാർത്ഥ്യവും കിതാബുള്ള ദൈവികമാണ് എന്നതിനെക്കുറിച്ചും അക്രമത്തിന്റെയും അസത്യത്തിന്റെയും മാർഗത്തിലൂടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ ആത്മാഭിമാനത്തിന്റെ തേട്ടമായിരുന്നില്ലേ ആ കുരിശുടക്കുന്ന വ്യക്തിയെ നിയോഗിക്കുക എന്നത്? കാരണം ആ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിനുമേൽ ആക്രമണം
ഇസ്ലാമിനുമേൽ ആക്രമണം ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പറയുന്നു, അള്ളാഹു തന്റെ വാഗ്ദാനം ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ളത് മറന്നുപോയോ? ഓർത്തുകൊള്ളുക, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അവൻ തന്റെ വാഗ്ദാനം അനുസരിച്ച് ലോകത്ത് ഒരു താക്കീതുകാരനെ അയച്ചിരിക്കുന്നു. ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല, എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ തീർച്ചയായും സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിശക്തിമത്തായ ആക്രമണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സത്യതയെ വെളിപ്പെടുത്തുകയും ചെയ്യും. അവിടുന്ന് പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മസീഹ് മഊദായി കൊണ്ടുവന്നിരിക്കുന്നത്. ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിശ്വസിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നിഷേധിക്കുക. എന്നാൽ നിങ്ങളുടെ നിഷേധം കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാഹു മുമ്പ് തന്നെ ബറാഹീനെ അഹ്മദിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സദഖല്ലാഹു വറസൂലഹു വകാന വഅദം മഫ്ഊല. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വാക്കുകൾ സത്യമായി പുലർന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയാവുക തന്നെ ചെയ്യും. മറ്റൊരവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, നുബൂവത്തിന്റെ മാർഗത്തിലൂടെ ഈ ജമാഅത്തിനെ പരീക്ഷിച്ചു നോക്കുക, എന്നിട്ട് നോക്കുക സത്യം ആരുടെ കൂടെയാണ് എന്ന്. ഭാവനാത്മകമായ തത്വങ്ങൾ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ എന്റെ സത്യസാക്ഷ്യം ഭാവനാത്മകമായ കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നില്ല. ഞാൻ എന്റെ വാദത്തെ നുബൂവത്തിന്റെ മാർഗത്തിലുള്ള അളവുകോലിലാണ് സമർപ്പിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാനത്തിൽ ഇതിന്റെ സത്യത പരിശോധിക്കാത്തത്? പറയുന്നു, ഹൃദയം തുറന്ന് എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു അയാൾ പ്രയോജനം കരസ്ഥമാക്കും, വിശ്വസിക്കും. എന്നാൽ ആരാണോ ഹൃദയത്തിൽ വിദ്വേഷവും അസൂയയും വെച്ചു പുലർത്തുന്നത്, അവർക്ക് എന്റെ കാര്യങ്ങൾ ഒരു പ്രയോജനവും എത്തിക്കുകയില്ല. അവരുടെ ഉദാഹരണം കോങ്കണ്ണനെ പോലുള്ളതാണ്. അതായത് ആർക്കാണോ കോങ്കണ്ണുള്ളത് ഒന്നിനെ രണ്ടായി തോന്നുന്നത്, അയാൾ ഒന്നിനു പകരം രണ്ടെണ്ണമായി കാണുന്നു. അയാൾക്ക് എത്ര തന്നെ തെളിവുകൾ നൽകിയാലും രണ്ടല്ല ഒന്ന് തന്നെയാണ് അയാൾ അംഗീകരിക്കുകയില്ല. പറയുന്നു, അവിടുന്ന് ഒരു ഉദാഹരണം നൽകുന്നു. ഒരു കോങ്കണ്ണൻ സേവകനായി ഉണ്ടായിരുന്നു. ഒരാളുടെ സേവകനായി ഒരു കോങ്കണ്ണുള്ള വ്യക്തി ഉണ്ടായിരുന്നു. യജമാനൻ അയാളോട് പറഞ്ഞു, അകത്തുനിന്ന് കണ്ണാടി കൊണ്ടുവരിക. അയാൾ പോയി തിരിച്ചു വന്ന് പറഞ്ഞു, അകത്ത് 2 കണ്ണാടികളുണ്ട്, ഏതാണ് കൊണ്ടുവരേണ്ടത്? യജമാനൻ പറഞ്ഞു, 2 എണ്ണമല്ല, ഒന്നാണുള്ളത്. കോങ്കണ്ണൻ ചോദിച്ചു, അപ്പോൾ ഞാൻ കളവ് പറയുകയാണോ? അയാളുടെ ഉടമസ്ഥൻ പറഞ്ഞു, ശരി, ഒന്ന് പൊട്ടിച്ചു കളയുക. പൊട്ടിച്ചു കളഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അത് തന്റെ തെറ്റായിരുന്നു എന്ന്. അവിടുന്ന് പറയുന്നു, എന്നാൽ ഈ കോങ്കണ്ണന്മാർക്ക് ആരാണോ എനിക്കെതിരിൽ ഉള്ളത് അവർക്ക് എന്തു മറുപടിയാണ് നൽകുക? പറയുന്നു, ചുരുക്കത്തിൽ നാം കാണുന്നു, ഇവർ കൂടെ കൂടെ എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് ഹദീസിന്റെ കൂമ്പാരങ്ങളാണ്. അതിനെ സ്വയം ഇവർ ഊഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് ഉയർത്താത്തതാണ്. അവർക്ക് അറിയുകയില്ല, ഒരു സമയം വരും അവരുടെ ഇത്തരത്തിലുള്ള നിരർത്ഥകമായ കാര്യങ്ങളിൽ ആളുകൾ ചിരിക്കും. ഇവർ പറയുന്ന തലതിരിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ചിരിക്കുന്നതായിരിക്കും. പറയുന്നു, ഓരോ സത്യാന്വേഷിയുടെയും അവകാശമാണ് നമ്മോട് നമ്മുടെ വാദത്തിനുള്ള തെളിവ് ചോദിക്കുക എന്നത്. വളരെ ശരിയായ കാര്യമാണ്. തെളിവ് ചോദിക്കേണ്ടതാണ്. അതിനെല്ലാവർക്കും അവകാശമുണ്ട്. അതിനായി നാം അതാണ് സമർപ്പിക്കുന്നത്, ഏതൊന്നാണോ നബിമാർ സമർപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ വചനങ്ങൾ, ഹദീസുകൾ, ബുദ്ധിപരമായ തെളിവുകൾ, അതായത് ഈ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾ. ഏതൊന്നാണോ പരിഷ്കർത്താവിനെ ആവശ്യപ്പെടുന്നത്, മറ്റൊന്ന് അള്ളാഹു എന്റെ കൈകളിലൂടെ വെളിപ്പെടുത്തിയ അടയാളങ്ങൾ. ഞാനൊരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 150ഓളം അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് സാക്ഷികൾ 1-9 മുതൽ കോടിക്കണക്കിന് മനുഷ്യരാണ്. നിരർത്ഥകമായ കാര്യങ്ങൾ സമർപ്പിക്കുന്നത് സൗഭാഗ്യവാന്മാരുടെ ജോലിയല്ല. പറയുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്,
അദ്ദേഹം വിധികർത്താവായിക്കൊണ്ടാണ് വരിക. അതായത് മസീഹ മൗദ് വരുമ്പോൾ അദ്ദേഹം ഹക്കം ആയിരിക്കും. അദ്ദേഹത്തിന്റെ വിധിയെ അംഗീകരിക്കുക. അദ്ദേഹം വിധി പറയുന്ന ആളായിരിക്കും. അദ്ദേഹത്തിന്റെ വിധിയെ അംഗീകരിക്കുക. ആരുടെ ഹൃദയത്തിലാണോ കുഴപ്പമുള്ളത് അവർ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിരർത്ഥകമായ തെളിവുകളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ ഓർത്തുകൊള്ളുക, അവസാനം അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ശക്തിമത്തായ അടയാളങ്ങളിലൂടെ എന്റെ സത്യതയെ വെളിപ്പെടുത്തും. ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു. അഥവാ ഞാൻ കറ്റുകെട്ടിപ്പറയുന്നവനാണ് എങ്കിൽ അവൻ എന്നെ പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു കളയും. എന്നാൽ എന്റെ മുഴുവൻ കച്ചവടവും അവന്റെ സ്വന്തം കച്ചവടമാണ്. ഞാൻ അവനിൽ നിന്ന് വന്നിട്ടുള്ളവനാണ്. എന്നെ വ്യാജപ്പെടുത്തുന്നത് അവനെ വ്യാജപ്പെടുത്തലാണ്. അതുകൊണ്ട് സ്വയം അവൻ എന്റെ സത്യതയെ വെളിപ്പെടുത്തും. വീണ്ടും ഈ കാര്യം വിവരിച്ചുകൊണ്ട് മസീഹ് മഊദിനെ വ്യാജപ്പെടുത്തുകയും നിഷേധിക്കുകയും ചെയ്യുന്നതിന്റെ ഫലം അള്ളാഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിഷേധിക്കലാണ്. അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുക എന്ന കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, എന്നെ നിഷേധിക്കുന്നത് എന്നെ നിഷേധിക്കലല്ല, മറിച്ച് ഇത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിക്കലാണ്. കാരണം എന്നെ വ്യാജപ്പെടുത്തുന്നവൻ എന്നെ വ്യാജപ്പെടുത്തുന്നതിനു മുമ്പ് മആസല്ലാ അള്ളാഹുവിനെ വ്യാജപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അയാൾ കാണുന്നു ആന്തരികവും ബാഹ്യവുമായ കുഴപ്പം പരിധി ലംഘിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നിട്ടും ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അവരുടെ പരിഷ്കരണത്തിനായി ഒരു സംവിധാനവും ഉണ്ടായില്ല. എന്നാൽ പ്രകടമായ നിലയിൽ ഈ കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു ഇസ്തിഖ്ലാഫിന്റെ ആയത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നു, മൂസവി പരമ്പരയെപ്പോലെ മുഹമ്മദി പരമ്പരയിലും ഖുലഫാക്കളുടെ പരമ്പര സ്ഥാപിക്കപ്പെടും. എന്നാൽ മആദുല്ലാ അവൻ ഈ വാഗ്ദാനവും പൂർത്തിയാക്കിയില്ല. ഇപ്പോൾ ഈ ഉമ്മത്തിന് ഒരു ഖലീഫയും ഇല്ല എന്നു മാത്രമല്ല ഈ കാര്യങ്ങളെയും നിഷേധിക്കേണ്ടതായി വരും. വിശുദ്ധ ഖുർആൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂസക്ക് സദൃശനാക്കിയിരിക്കുന്നത് മആദല്ലാ ശരിയല്ല. കാരണം ഈ പരമ്പരകളുടെ പരിപൂർണ സാദൃശ്യത്തിനായി 14-ാം നൂറ്റാണ്ടിൽ ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ ഒരു മസീഹ് ജനിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഏതുപോലെ മൂസവി പരമ്പരയിൽ 14-ാം നൂറ്റാണ്ടിൽ ഒരു മസീഹ് വന്നുവോ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിനെയും വ്യാജപ്പെടുത്തേണ്ടതായി വരും. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്നതിൽ വരാനിരിക്കുന്ന ഒരു അഹ്മദി പ്രതിബിംബത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ, അതുപോലെയുള്ള വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളുണ്ട്. അതിനെയെല്ലാം വ്യാജപ്പെടുത്തേണ്ടത് നിർബന്ധമായി വരും. മറിച്ച് ഞാൻ ശക്തമായി വാദിക്കുന്നു, അൽഹംദു മുതൽ വന്നാസ് വരെയുള്ള മുഴുവൻ ഖുർആനും ഉപേക്ഷിക്കേണ്ടതായി വരും. എന്നിട്ട് ചിന്തിക്കുക, എന്നെ വ്യാജപ്പെടുത്തുന്നത് ഒരു എളുപ്പമുള്ള കാര്യമാണോ? ഇത് ഞാൻ സ്വയം പറയുന്നതല്ല, അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. സത്യം അതാണ്, ആരാണോ എന്നെ ഉപേക്ഷിക്കുന്നത്, എന്നെ നിരാകരിക്കുന്നത്, അയാൾ നാവുകൊണ്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും തന്റെ കർമ്മം കൊണ്ട് മുഴുവൻ ഖുർആനെയും വ്യാജപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വ്യാജപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ ഉപേക്ഷിച്ചു. അതിനെക്കുറിച്ച് എന്റെ ഒരു ഇൽഹാമിലും സൂചനയുണ്ട്. അള്ളാഹു അങ്ങയോട് പറഞ്ഞു, അൻത മിന്നി വ അന മിൻക. അവിടുന്ന് പറയുന്നു, എന്നെ വ്യാജപ്പെടുത്തുന്നതിലൂടെ അള്ളാഹുവിനെ വ്യാജപ്പെടുത്തൽ നിർബന്ധമായി തീരുന്നു. എന്നെ അംഗീകരിക്കുന്നതിലൂടെ അള്ളാഹുവിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ അസ്തിത്വത്തിൽ ദൃഢവിശ്വാസം ജനിക്കുന്നു. വീണ്ടും എന്നെ വ്യാജപ്പെടുത്തുന്നത് എന്നെ വ്യാജപ്പെടുത്തലല്ല, ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജപ്പെടുത്തലാണ്. അതുകൊണ്ട് എന്നെ നിഷേധിക്കുന്നതിലും വ്യാജപ്പെടുത്തുന്നതിലും ധൈര്യം കാണിക്കുന്നതിന് മുമ്പ് ഒരാൾ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുക, എന്നിട്ട് അതിനോട് ഫത്വ ചോദിക്കുക. യഥാർത്ഥത്തിൽ അവർ ആരെയാണ് വ്യാജപ്പെടുത്തുന്നത്? ഈ കാര്യം കൂടുതൽ തുറന്ന നിലയിൽ വിവരിച്ചുകൊണ്ട് മസീഹ മൗദിനെ വ്യാജപ്പെടുത്തുന്നതിലൂടെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജപ്പെടുത്തൽ നിർബന്ധമായി തീരും. അതിനുള്ള കാരണം എന്താണ്? ഏതു വിധത്തിലാണ് മസീഹ് മൗദിനെ നിഷേധിക്കുന്നത് കൊണ്ട് റസൂൽ തിരുമേനിയെ നിഷേധിക്കുന്നത്? അവിടുന്ന് പറയുന്നു,
എന്തുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജപ്പെടുത്തേണ്ടതായി വരിക? മസീഹ് മൗദിനെ നിഷേധിക്കുന്നതിലൂടെ റസൂൽ തിരുമേനിയെ എന്തുകൊണ്ടാണ് നിഷേധിക്കുക? ഈ വിധത്തിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, എല്ലാ നൂറ്റാണ്ടിന്റെ തലക്കലും മുജദ്ദിദ് വരും. മആദല്ലാ, അത് കളവായി പോയി. അതുപോലെ തന്നെ അവിടുന്ന് ഇമാമുക്കും മിൻകും എന്ന് പറഞ്ഞിരുന്നു, അതും മആദല്ലാ തെറ്റിപ്പോയി. അവിടുന്ന് കുരിശ് ഫിത്നയുടെ കാലഘട്ടത്തിൽ ഒരു മസീഹും മഹ്ദിയും വരുന്നതിനെ കുറിച്ച് സന്തോഷ വാർത്ത നൽകിയിരുന്നു, അതും മആദല്ലാ തെറ്റായി പോയി. ഫിത്ന ഉണ്ടായി, എന്നാൽ വരേണ്ട ഇമാം വന്നില്ല. അഥവാ ഈ കാര്യങ്ങളെ ഒരാൾ അംഗീകരിക്കുമ്പോൾ കർമ്മപരമായി അയാൾ റസൂൽ തിരുമേനിയെ വ്യാജപ്പെടുത്തുന്നതിനാവുകയില്ലേ? അവിടുന്ന് പറയുന്നു, ഞാൻ വീണ്ടും തുറന്ന നിലയിൽ പറയുകയാണ്, എന്നെ വ്യാജപ്പെടുത്തുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്നെ കാഫിർ എന്ന് വിളിക്കുന്നതിന് മുമ്പ് സ്വയം കാഫിറായി മാറേണ്ടി വരും. എന്നെ മതമില്ലാത്തവനും വഴിപിഴച്ചവനും എന്ന് പറയുന്നതിൽ ദൈർഘ്യം കാണും. എന്നാൽ അതിനു മുമ്പ് തങ്ങളുടെ വഴികേടും മാർഗഭ്രംശനവും അംഗീകരിക്കേണ്ടതായി വരും. എന്നെ വിശുദ്ധ ഖുർആനും ഹദീസും ഉപേക്ഷിച്ചവൻ എന്ന് പറയുന്നതിനു മുമ്പ് സ്വയം ഖുർആനും ഹദീസും ഉപേക്ഷിക്കേണ്ടതായി വരും. എന്നിട്ടും അയാൾ തന്നെയായിരിക്കും ഉപേക്ഷിക്കുക. അതായത് ഞാൻ ഉപേക്ഷിക്കുകയില്ല, മറിച്ച് ആരാണോ പറയുന്നത് അയാൾ തന്നെയായിരിക്കും ഉപേക്ഷിച്ചവനായി മാറുക. അവിടുന്ന് പറയുന്നു, ഞാൻ ഖുർആന്റെയും ഹദീസിന്റെയും സാക്ഷിയും സത്യപ്പെടുത്തുന്ന ആളുമാണ്. ഞാൻ വഴിപിഴച്ചവനല്ല, മറിച്ച് മഹദിയാണ്. ഞാൻ കാഫിറല്ല, മറിച്ച് അന അവ്വലുൽ മുഅ്മിനീൻ എന്നതിന്റെ ശരിയായ സാക്ഷിയാണ്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് അള്ളാഹു എന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആർക്കാണോ അള്ളാഹുൽ വിശ്വാസമുള്ളത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശുദ്ധ ഖുർആനെയും സത്യമായി വിശ്വസിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെളിവ് മതിയായതാണ്. എന്റെ വായിൽ നിന്ന് കേട്ടുകൊണ്ട് നിശബ്ദരാവുക. എന്നാൽ ആരാണോ അക്രമിയും അധർമ്മിയുമായിട്ടുള്ളത്, അവർക്ക് എന്ത് ചികിത്സയാണുള്ളത്? അള്ളാഹു സ്വയം തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അവിടുന്ന് ഈ കാര്യങ്ങൾ എല്ലാം വന്ന ഒരു അതിഥിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. അവിടുന്ന് പറയുന്നു, എന്റെ കാര്യത്തിൽ ധൃതി കാണിക്കരുത്, മറിച്ച് നല്ല നീയത്തോടും കളങ്കമറ്റ ചിന്തയോടും കൂടി ചിന്തിക്കുക. അവിടുന്ന് മറ്റൊരവസരത്തിൽ പറയുന്നു, അഥവാ ഈ ആളുകളുടെ ഹൃദയത്തിൽ പിശുക്കും ദുഷാഠ്യവും ഇല്ല എങ്കിൽ എന്റെ വാക്കുകൾ കേൾക്കുകയും എന്റെ പിന്നാലെ വരികയും ചെയ്യുക. എന്നിട്ട് നോക്കുക, അള്ളാഹു അവരെ അന്ധകാരത്തിൽ ഉപേക്ഷിക്കുന്നുണ്ടോ അതോ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു, ആരാണോ ക്ഷമയോടും സത്യസന്ധതയോടും കൂടി എന്റെ പിന്നാലെ വരുന്നത്, അയാൾ നശിപ്പിക്കപ്പെടുകയില്ല, മറിച്ച് അയാൾ ആ ജീവിതത്തിൽ അംശം കരസ്ഥമാക്കും. അതിനൊരിക്കലും തന്നെ നാശമുണ്ടാവുകയില്ല. അതായത് ഈ ലോകത്തും ലഭിക്കും, പരലോകത്തും ലഭിക്കും. അയാളിൽ അള്ളാഹു അനുഗ്രഹം ചൊരിയും. അവിടുന്ന് പറയുന്നു, ആരുടെ ഹൃദയമാണോ ശുദ്ധമായിരിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അതിൽ ഉള്ളത്, അയാളുടെ മുന്നിൽ രണ്ടാം വരവിനെ കുറിച്ച് ഹദ്റത്ത് ഈസയുടെ വിധി സമർപ്പിക്കുകയാണ്. അവർ എനിക്ക് മനസ്സിലാക്കി തരട്ടെ. യഹൂദികളുടെ ചോദ്യത്തിനുള്ള മറുപടിയിൽ മസീഹിനു മുമ്പ് ഏലിയാവ് വരേണ്ടത് നിർബന്ധമാണ്. എന്തൊന്നാണോ മസീഹ് പറഞ്ഞത് അത് ശരിയാണോ അതോ അല്ലേ? യഹൂദികൾ തങ്ങളുടെ ഗ്രന്ഥമാണ് സമർപ്പിച്ചിരുന്നത്. മലാക്കി നബിയുടെ ഗ്രന്ഥത്തിൽ ഏലിയാവിന്റെ വരവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഏലിയാവിന്റെ സദൃശനെ കുറിച്ചുള്ള പരാമർശം അല്ല ഉള്ളത്. ഏലിയാവ് സ്വയം വരും എന്നാണുള്ളത്, സദൃശ്യന്റെ പരാമർശമല്ല ഉള്ളത്. അദ്ദേഹത്തിന്റെ മാതൃകയിൽ മറ്റാരെങ്കിലും വരും എന്നുള്ളതല്ല എഴുതിയിരിക്കുന്നത്. അവിടുന്ന് പറയുന്നു, മസീഹ് പറയുന്നു, വരാനുള്ള ആൾ ഈ യോഹന്ന തന്നെയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊള്ളുക. ഇനി ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് മുമ്പിൽ വിധിക്കായി ഇത് വെക്കുക. എന്നിട്ട് നോക്കുക ആർക്കാണ് ഡിഗ്രി നൽകുന്നത്. പ്രത്യക്ഷമായ കാര്യത്തിൽ വിധി തേടുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് മുമ്പിൽ വെച്ച് നോക്കുക ആർക്കാണ് അദ്ദേഹം ഡിഗ്രി നൽകുന്നത് എന്ന്. നിശ്ചയമായും അയാൾ യഹൂദികൾക്ക് അനുകൂലമായി വിധി നൽകുന്നതായിരിക്കും. കാരണം പ്രത്യക്ഷമായ നിലയിൽ എഴുതപ്പെട്ടത് അനുസരിച്ചായിരിക്കും വിധി നൽകുക. എന്നാൽ ഈ വിധി ശരിയല്ല. അവിടുന്ന് പറയുന്നു, എന്നാൽ ഒരു വിശ്വാസി, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, അയാൾക്ക് അള്ളാഹുവിന്റെ സത്യാത്മാക്കൾ ഏതു വിധത്തിലാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ദൃഢവിശ്വാസം ഉണ്ടാകും. ദൃഢമായും വിശ്വസിക്കും. മസീഹ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ശരി.
ശരിയായിട്ടുള്ളതും നേരായിട്ടുള്ളതും. അവിടുന്ന് പറയുന്നു, ഇപ്പോഴും അതേ പ്രശ്നം തന്നെയാണ്. പറയുന്നു, അല്ലാതെ മറ്റെന്തെങ്കിലുമാണോ? അഥവാ അള്ളാഹുവിനെ ഭയക്കുന്നുവെങ്കിൽ ശരീരം വിറകൊള്ളും. ഇത് പറയാൻ ധൈര്യം കാണിക്കുമ്പോൾ ഈ വാദം കളവാണ് എന്നത് ഖേദകരം, വേദനാജനകം. ഇവരിൽ ഇത്രമാത്രം പോലും ഈമാനില്ല. എത്രമാത്രം ഫിർഔന്റെ സമൂഹത്തിലെ ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നുവോ. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അഥവാ ഇയാൾ വ്യാജനാണ് എങ്കിൽ സ്വയം നശിച്ചൊടുങ്ങും. എന്നെക്കുറിച്ച് അഥവാ തഖ്വയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്രയെങ്കിലും പറയാമായിരുന്നു, നോക്കാമായിരുന്നു. അള്ളാഹു എന്നെ സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നുണ്ടോ, അതോ എന്റെ ജമാഅത്തിനെ തുടച്ചു നീക്കുകയാണോ? ഇന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ചെറിയ പ്രദേശത്ത് നിന്ന് ഉയർന്ന ശബ്ദം ലോകത്തിലെ 210 രാജ്യങ്ങളിൽ പടർന്നു വ്യാപിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് അങ്ങയുടെ സത്യതയ്ക്കുള്ള തെളിവും. വിദൂര പ്രദേശങ്ങളിൽ അവിടെ 30-40 വർഷം മുമ്പ് വരെ അഹമ്മദിയത്ത് എത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. അവിടെ സന്ദേശം എത്തി എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഉറച്ച വിശ്വാസമുള്ളവരെ അള്ളാഹു സൃഷ്ടിക്കുന്നു. അത്ഭുതപ്പെട്ടു പോകുന്നു. ഒരു സംഭവം വിവരിക്കാം. ബെനിൻ ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ 2012 ഒരു ജമാഅത്ത് സ്ഥാപിതമായി. ഗ്രാമത്തിലെ ഒരു അഹമ്മദ് ഇബ്രാഹിം സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചു. അതിനു മുമ്പും അദ്ദേഹം മുസ്ലിം ആയിരുന്നു. നല്ല അറിവുള്ള ആളായിരുന്നു. അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം ഇഖ്ലാസിലും ആത്മാർത്ഥതയിലും പുരോഗതി കൈവരിക്കാൻ തുടങ്ങി. തന്റെ ബന്ധുക്കൾക്കും സഹോദരന്മാർക്കും മറ്റും തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ തബ്ലീഗ് കൊണ്ട് പൊറുതിമുട്ടി. അദ്ദേഹം തബ്ലീഗ് ചെയ്തുകൊണ്ട് തങ്ങളെ ഞങ്ങളുടെ മതത്തിൽ നിന്ന് മാറ്റുകയാണ്. അദ്ദേഹവുമായി കലഹിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ആളുകൾക്ക് അഹമ്മദിയത്തിന്റെ സന്ദേശം, യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി അടുത്ത പ്രദേശങ്ങളിലെ 3 ഗ്രാമങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിം സാഹിബിന്റെ സഹോദരൻ തന്റെ ഒരു സുഹൃത്തിനോടൊപ്പം കൂടിച്ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. ഇദ്ദേഹം അഹമ്മദിയത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരൊറ്റ ചികിത്സ മാത്രമാണുള്ളത്, ഇദ്ദേഹത്തെ കൊന്നുകളയാം. ഇബ്രാഹിം സാഹിബ് പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനും സുഹൃത്തും ഒരു കുഴി കുഴിച്ചുകൊണ്ട് അതിലേക്ക് എന്തോ ഇടുന്നു. പറയുന്നു, സ്വപ്നത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരന്റെ സുഹൃത്ത് പെട്ടെന്ന് രോഗിയാവുകയും അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരൻ പറയാൻ തുടങ്ങി, ഈ അഹമ്മദി എന്റെ സുഹൃത്തിനുമേൽ എന്തോ മന്ത്രമോ മാരണമോ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നു, കുറച്ചു കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു മരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വയം അളക്കുകയാണ്. ആ പ്രദേശത്ത് ഈ ഒരു രീതിയുണ്ട്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഖബർ കുഴിക്കുന്നതിന് മുമ്പ് മരത്തിന്റെ ഒരു വടി കൊണ്ട് മയ്യത്തിനെ അളക്കുന്നു, ഖബർ അയാളുടെ സൈസ് അനുസരിച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടി. പറയുന്നു, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരന്റെ ഗർഭിണിയായ ഭാര്യ രോഗിയായി. ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ 2 ദിവസം കൊണ്ട് മരിച്ചു. കുട്ടികൾ രോഗിയാകാൻ തുടങ്ങി. ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു പരത്തി, ഇയാൾ മന്ത്രണവും മാരണവും ചെയ്യുന്ന വ്യക്തിയാണ്. അവിടുത്തെ പ്രാദേശിക രാജാവ് ചീഫിന്റെ പക്കൽ പരാതി പറഞ്ഞു. അയാളോട് സഹായിക്കാനായി പറഞ്ഞു. അയാൾ കുറച്ച് പണം ചോദിച്ചു. ഇത് കൊണ്ടുവരിക, അയാളെ ഞാൻ ശരിയാക്കി തരാം. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ സഹോദരൻ തുക നൽകി. രാജാവ് ഇബ്രാഹിം സാഹിബിനെ വിളിപ്പിച്ചു. ഇദ്ദേഹം ചെന്നപ്പോൾ വളരെ ദേഷ്യത്തിലും കോപത്തിലും അയാൾ ചോദിച്ചു, നീ എന്ത് തമാശയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? പുതിയ മതം സ്വീകരിച്ചിരിക്കുകയാണോ? പുതിയ ദീൻ തുടങ്ങിയിരിക്കുകയാണോ? അത് ഉടനെ തന്നെ ഉപേക്ഷിക്കുക, തൗബ ചെയ്യുക. അല്ല എങ്കിൽ നാളത്തെ സൂര്യൻ നീ കാണുകയില്ല, നാളത്തെ ദിവസം നിനക്കുമേൽ ഉദിക്കുകയില്ല. ഇബ്രാഹിം സാഹിബ് പറഞ്ഞു, മതം ഞാൻ സത്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇനി മരണത്തിന്റെ കാര്യമാണ് എങ്കിൽ ജീവിതവും മരണവും അള്ളാഹുവിന്റെ കൈകളിലാണുള്ളത്. അപ്പോൾ ചീഫ് രാജാവ് പറഞ്ഞു, ഈ പ്രദേശത്തിലെ ദൈവം ഞാനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന്. ആരോടാണോ ഞാൻ
നാളേക്ക് അയാൾ മരിക്കും എന്ന് പറയുന്നത് അയാൾ തീർച്ചയായും മരിക്കുക തന്നെ ചെയ്യും. ഇബ്രാഹിം സാഹിബ് പറഞ്ഞു, താങ്കൾ താങ്കളുടെ അനുയായികളോട് പറയുന്നുണ്ടായിരിക്കും, എന്നാൽ ഞാൻ ഇതിന് നിങ്ങളോടൊന്നും തന്നെ പറയുന്നില്ല. എന്നാൽ ഞാൻ ദീൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കാരണം യാഥാർത്ഥ്യം ഇതാണ്, യഥാർത്ഥ ഇസ്ലാം ഇതാണ്. അപ്പോൾ ചീഫിന് കൂടുതൽ ദേഷ്യം വന്നു. അയാൾ തന്റെ ആളുകളോട് പറഞ്ഞു, ഇയാളെ കൊണ്ടുപോയി ഒരു മുറിയിൽ അടച്ചിടുക. അദ്ദേഹത്തെ അവർ കൊണ്ടുപോവുകയായിരുന്നു. ഇബ്രാഹിം സാഹിബ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഈ കാര്യം ഉപേക്ഷിക്കുക. എന്നെ തടവിലാക്കുന്നതിന് പകരം എന്നെ പോകാൻ അനുവദിക്കുക. ഏതായിരുന്നാലും അവരും ദുരാഗ്രഹികളായ ആളുകളായിരുന്നു. കുറച്ചു തുക വാങ്ങി അവർ അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അടുത്ത ദിവസം തന്നെ രാവിലെ സൂര്യൻ അദ്ദേഹത്തിനുമേൽ രാജാവ് എങ്ങനെ ഉദിപ്പിക്കുമായിരുന്നു. ഉദിപ്പിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അടുത്ത ദിവസം രാവിലെ വിവരം ലഭിച്ചു, രാജാവിന് പക്ഷാഘാതമുണ്ടായി. അയാൾക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. 2 ദിവസത്തിനു ശേഷം അയാൾ മരിക്കുകയും ചെയ്തു. ഇത് കണ്ട് ഇദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന മൂത്ത സഹോദരൻ തന്റെ കുടുംബക്കാരോട് പറഞ്ഞു, ഞങ്ങളെ രഞ്ജിപ്പിലാക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്കാരോടും തന്നെ ഒരു കലഹവുമില്ല. ഞങ്ങൾ എപ്പോഴും രഞ്ജിപ്പ് ആഗ്രഹിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശവും ഇത് തന്നെയാണ്. ഈ അടയാളം കണ്ടുകൊണ്ട്, ചീഫിന്റെ മരണം കണ്ടുകൊണ്ട് ആ പ്രദേശത്ത് വലിയ സ്വാധീനമുണ്ടായി. ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടായി. അഹമ്മദിയത്തിന്റെ സത്യത സ്ഥാപിതമായി. ഈ കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്തുണക്കായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, നോക്കൂ, ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ആയിരക്കണക്കിന് അടയാളങ്ങൾ എന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഭാവിയിലും ഉണ്ടാകും. അതവസാനിച്ചു എന്നല്ല, അവിടുന്ന് പറയുന്നു ഭാവിയിലും ഉണ്ടാകും. അഥവാ ഇത് മനുഷ്യന്റെ പദ്ധതിയായിരുന്നുവെങ്കിൽ ഒരാൾക്ക് ഇത്രമാത്രം സഹായവും പിന്തുണയും ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇത് അള്ളാഹുവിന്റെ തന്നെ പദ്ധതിയാണ്. അത് കാരണമാണ് പിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരവസരത്തിൽ പരിഷ്കർത്താവിന്റെയും മസീഹിന്റെയും ആവശ്യകതയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഏതുപോലെ എല്ലാ വിളയും കൊയ്യുന്ന ഒരു സമയം ഉണ്ടോ, അതുപോലെ ഇപ്പോൾ കുഴപ്പങ്ങളെ ദൂരീകരിക്കുന്ന സമയം വന്നെത്തിയിരിക്കുന്നു. ലോകത്ത് പടർന്നു പന്തലിച്ച കുഴപ്പങ്ങൾ, തിന്മകൾ, അത് ദൂരീകരിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, സത്യാത്മാവിനെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് അതിന്റെ അങ്ങേയറ്റം വരെ എത്തിയിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈച്ചയുടെയും കടുന്നലിന്റെയും അത്ര പോലും വില വെക്കുന്നില്ല. കടുന്നലിനെ പോലും മനുഷ്യൻ ഭയക്കുന്നു, ഉറുമ്പിനെ പോലും മനുഷ്യൻ ആശങ്കയോടെ കാണുന്നു. എന്നാൽ ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നതിൽ ആരും തന്നെ ഒരു വൈമനസ്യവും കാണിക്കുന്നില്ല. കദ്ദബൂ ബി ആയാത്തിന എന്നതിന്റെ തെളിവായി മാറിയിരിക്കുകയാണ്. അവരുടെ വായ എത്രത്തോളം തുറക്കാൻ സാധിക്കുമോ തുറക്കുന്നു. വായ തുറന്ന് ചീത്തവിളിയും തെറിവിളിയും കാണിച്ചു. ഇപ്പോൾ ആ സമയം തീർച്ചയായും വന്നിരിക്കുന്നു. അള്ളാഹു അതിനെ മാറ്റിമറിക്കും. അത്തരം സമയത്ത് അവൻ എല്ലായ്പ്പോഴും ഒരാളെ സൃഷ്ടിക്കും. അദ്ദേഹം അവന്റെ മഹത്വത്തിനും പ്രൗഢിക്കും വളരെയധികം ആവേശമുള്ള ആളായിരിക്കും. അത്തരം വ്യക്തിക്ക് ആന്തരിക സഹായത്തിലായിരിക്കും താങ്ങ്. യഥാർത്ഥത്തിൽ അള്ളാഹു എല്ലാം സ്വയം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ സൃഷ്ടിപ്പ് ഒരു സുന്നത്തിന്റെ പൂർത്തീകരണം മാത്രമാണ്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. ഇപ്പോൾ ആ സമയം വന്നെത്തിയിരിക്കുന്നു. അള്ളാഹു തന്റെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് എന്നെ അയച്ചിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടിപ്രഭാവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്നതിലൂടെ അറിയാൻ സാധിക്കുന്നു. കാര്യം പരിധി ലംഘിക്കുമ്പോൾ ആകാശത്ത് തയ്യാറെടുപ്പ് നടക്കുന്നു. ഇത് തന്നെയാണ് ഇതിന്റെ അടയാളം. തയ്യാറെടുപ്പിന്റെ സമയം വന്നെത്തിയിരിക്കുന്നു. സത്യനബിയുടെ, റസൂലിന്റെയും മുജദ്ദിദിന്റെയും വലിയ അടയാളം ഇതാണ്. അവർ സമയത്ത് വരുന്നു, ആവശ്യ സമയത്ത് വരുന്നു. ആളുകൾ സത്യം ചെയ്തു പറയട്ടെ, ഇത് ആകാശത്ത് തയ്യാറെടുപ്പിനുള്ള സമയം തന്നെയല്ലേ? അവിടുന്ന് ചോദിക്കുകയാണ്, ആളുകളോട് പറയുന്നു, സത്യം ചെയ്തുകൊണ്ട് പറയുക, ഇത് ആ സമയം തന്നെയല്ലേ, ആ കാലം തന്നെയല്ലേ? ഇന്നും ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത്. നമുക്കൊരു പരിഷ്കർത്താവിന്റെ ആവശ്യമുണ്ട് എന്നല്ല. പാകിസ്ഥാനിൽ സ്വയം മൗലവിമാർ ഇത് പറയുന്നു, എന്നാൽ മസീഹ് മൗദിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, അള്ളാഹു എല്ലാം സ്വയം ചെയ്യുന്നു. നാമും നമ്മുടെ ജമാഅത്തും എല്ലാവരും തന്നെ ഒരു മുറിയിൽ ഇരുന്നാലും പ്രവർത്തനങ്ങൾ നടക്കും. ദജ്ജാലിന്റെ അധപ്പതനം ഉണ്ടാകും. തിൽക്കൽ അയ്യാമു
നുദാവിലുഹ ബൈനന്നാസ്. ദിവസങ്ങൾ ഈ വിധത്തിലാണ് വരുന്നത്, ആവർത്തിച്ചു വരുന്നത്. അതിന്റെ പരിപൂർണത പറഞ്ഞു തരുന്നു. അതിന്റെ അധപ്പതനത്തിന്റെ അവസ്ഥ വളരെ അടുത്താണെന്ന്. ഏതെങ്കിലും ഒരു വസ്തു ഔന്നിത്യം എത്തിക്കഴിഞ്ഞാൽ, അത് അതിന്റെ പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എല്ലാം ശക്തിയുടെ ഉടമസ്ഥനായിരിക്കും എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, എല്ലാ പുരോഗതിയും എന്റെ കൈകളിൽ വന്നിരിക്കുന്നു, അപ്പോൾ ആ ഔന്നിത്യത്തിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് അധപ്പതനം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ശക്തിയുടെ അധപ്പതനം തുടങ്ങിയിരിക്കുന്നു. അത് ഇസ്ലാമിന് എതിരിലുള്ള ശക്തിയാകട്ടെ, അല്ലെങ്കിൽ അഹമ്മദിയത്തിനോ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനും എതിരുള്ള ആളുകളാകട്ടെ. അവിടുന്ന് പറയുന്നു, ഇതിന്റെ ഉയർച്ച പ്രകടമാക്കുന്നു, ഇത് അതിന്റെ അധപ്പതനം കാണും. അങ്ങേയറ്റത്തെ ഉന്നതിയിലെത്തിയിരിക്കുന്നു. അത് പ്രകടമാക്കുന്നത് അത് അധപ്പതിക്കും എന്നാണ്. അതിന്റെ ജനനിബിഡത അതിന്റെ ജനശൂര്യതക്കുള്ള തെളിവാണ്. അതിന്റെ ശക്തിയും ജനനിബിഡതയും വളരെ അധികമാണ് എന്ന് വിചാരിക്കുന്നു. എന്നാൽ അത് ഇനി അതിന്റെ അടയാളം ആയി മാറും. അതേ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവൃത്തികൾ പതുക്കെയാണ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ പ്രവൃത്തികൾ മെല്ലെയായിരിക്കും. അത് ഇൻഷാ അള്ളാഹ് നടന്നുകൊണ്ടിരിക്കും. അവിടുന്ന് പറയുന്നു, അഥവാ നമ്മുടെ പക്കൽ ഒരു തെളിവും ഇല്ല എങ്കിൽ പോലും കാലഘട്ടത്തിന്റെ അവസ്ഥയിൽ കണ്ണോടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരുന്നു അവർ ഭ്രാന്തരെ പോലെ കറങ്ങിത്തിരികയും അന്വേഷിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് മസീഹ് ഇതുവരേക്കും കുരിശുടക്കുന്നതിന് വേണ്ടി വരാതിരുന്നത്? അദ്ദേഹത്തെ തങ്ങളുടെ കലഹങ്ങൾക്ക് വേണ്ടി വിളിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള ആത്മാഭിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്ലാമിന് വേണ്ടി പ്രതിരോധിക്കാൻ മസീഹിനെ വിളിക്കണമായിരുന്നു. അള്ളാഹു തങ്ങളുടെ കലഹങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയല്ല പറയുന്നു. അദ്ദേഹത്തിന്റെ ജോലി കുരിശുടക്കുക എന്നതാണ്. അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നിരീശ്വരവാദം കൂടുതലായി പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനെ ഖണ്ഡിക്കുന്നതിന് കൂടിയാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് പറയുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർ മസീഹ് മൗഊദ് എന്നാണ്. അഥവാ മുല്ലമാർക്ക് മനുഷ്യ സമൂഹത്തിന്റെ നന്മയും ഗുണവും ലക്ഷ്യമായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും അപ്രകാരം ചെയ്യുമായിരുന്നില്ല. ഏതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവർ ചിന്തിക്കേണ്ടതായിരുന്നു. അവർ നമുക്കെതിരിൽ ഫത്വ ചെയ്തുകൊണ്ട് എന്താണ് ചെയ്തത്? ഏതൊന്നിനെ കുറിച്ചാണോ അള്ളാഹു ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് അത് തടയാൻ ആർക്കാണ് സാധിക്കുക? ഫത്വ എഴുതിയത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ജമാഅത്ത് അതുപോലെ തന്നെ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അള്ളാഹു ഉണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചാൽ അതുണ്ടാകുന്നു. പിന്നെ അതിനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, ഇവർ നമ്മുടെ എതിരാളികൾ, ഇവരും നമ്മുടെ ജോലിക്കാരും പണിക്കാരുമാണ്. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ വാക്കുകളെ കിഴക്കും പടിഞ്ഞാറും കൊണ്ടെത്തിക്കുന്നു. എതിർക്കുന്നവരും യഥാർത്ഥത്തിൽ അഹമ്മദിയത്തെ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എതിർപ്പിന്റെ മാർഗത്തിലൂടെ. കാരണം ഈ വിധത്തിലും ആളുകൾക്ക് ശ്രദ്ധയുണ്ടാകുന്നു. ഒരുപാട് ആളുകൾ കത്തുകൾ എഴുതുന്നു, ബന്ധപ്പെടുന്നു. ഇന്ന മൗലവിയുടെ എതിർപ്പ് കാരണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് താങ്കൾക്കെതിരുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ടായി. ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇന്റർനെറ്റ് മുഖേന എല്ലാവിധത്തിലും ജമാഅത്തിന്റെ സാഹിത്യവും ലഭ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും, താരതമ്യം ചെയ്യാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് അന്വേഷിച്ച് ഇപ്പോൾ ഞങ്ങൾ ജമാഅത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് ആളുകൾ പറയുന്നു. ഇതും മൗലവിമാരുടെ എതിരാളികളുടെ രീതി തബ്ലീഗിനുള്ള ഒരു മാർഗമായി മാറുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചില ആളുകളുടെ ഈ ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട്, ഞങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തന്നെ അനേകം വിഭാഗങ്ങളുണ്ട്. പിന്നെ ഒരു പുതിയ വിഭാഗം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? അങ്ങയുടെ ജമാഅത്തിൽ പ്രവേശിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? പറയുന്നു, ചില സമയത്ത് നമ്മുടെ അഹമ്മദികളും ആരോപണം ഉന്നയിക്കുന്നു. ഈ കാര്യം കേട്ട് നിശബ്ദരാകുന്നു. ആ കാലഘട്ടത്തിലും ഇന്നും ചിലർ അത്തരക്കാരുണ്ട്, നിശബ്ദരാകുന്നു. എന്തു മറുപടി നൽകും? അവിടുന്ന് പറയുന്നു, ഒരുപാട് പേർ ഉണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്നു. ഈ ജമാഅത്തിന്റെ ആവശ്യം തന്നെ എന്താണ്? ഞങ്ങൾ നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നില്ലേ? അവർ ഈ വിധത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അത്ഭുതവും ഇല്ല.
അറിവില്ലാത്ത ചില ആളുകൾ അവർ അത്തരം കാര്യങ്ങൾ കൊണ്ട് വഞ്ചനയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അവരോട് എന്തു പറയാം? ഏതു വിധത്തിലാണ് നാം നമസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ദിക്റും ജപങ്ങളും നടത്തുന്നത്? പിന്നെ എന്തിനാണ് ഈ ഒരു ഭിന്നിപ്പ്, ഒരു പുതിയ വിഭാഗം ഉണ്ടാക്കിയത്? എന്തിനാണ് ഭിന്നിപ്പുണ്ടാക്കിയത്? ഞങ്ങൾ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും പിന്നെ നിങ്ങളിൽ ഉൾപ്പെടേണ്ട ആവശ്യം തന്നെ എന്താണ്? ഒരു പുതിയ ഫിത്ന ഉണ്ടായിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും ദൈവജ്ഞാനമില്ലായ്മ കൊണ്ടുമാണ്. ഇത് എന്റെ പ്രവൃത്തിയല്ല. ഈ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു ഉണ്ടാക്കിയതാണ്. ആരാണോ ഈ ജമാഅത്ത് സ്ഥാപിച്ചത്, ഞാൻ സ്ഥാപിച്ചതല്ല, ഇത് അള്ളാഹു സ്ഥാപിച്ചതാണ്. കാരണം ഈമാനികാവസ്ഥ ബലഹീനമായതുകൊണ്ട് ഈമാനി ശക്തി പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അള്ളാഹു ആഗ്രഹിക്കുന്നു യഥാർത്ഥ ഈമാൻ, അതിനെ ഈ ജമാഅത്ത് മുഖേന അവൻ ആഗ്രഹിക്കുന്നു. ആ രൂപത്തിൽ ഇവരുടെ ആരോപണം നിരർത്ഥകവും അനാവശ്യവുമാണ്. ഓർത്തുകൊള്ളുക, അത്തരം വസ്വസ ഒരിക്കലും ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അഥവാ പൂർണ്ണമായ ചിന്തയും ഗ്രഹിച്ച് പ്രവർത്തിക്കുകയുമാണെങ്കിൽ ഈ വസ്വസ ഉണ്ടാവുക തന്നെയില്ല. ശ്രദ്ധാപൂർവം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് വസ്വസ ഉണ്ടാകുന്നത്. പ്രത്യക്ഷമായ അവസ്ഥയെ നോക്കി അവർ പറയുന്നു, മറ്റു മുസ്ലിങ്ങളും ഉണ്ട്. ഈ വിധത്തിലുള്ള വസ്വസയിൽ മനുഷ്യൻ പെട്ടെന്ന് നശിക്കുന്നു. പറയുന്നു, ഞാൻ ചില കത്തുകൾ കാണുന്നു, ആളുകളുടെ കത്തുകൾ കണ്ടിട്ടുണ്ട്. അവർ പ്രത്യക്ഷത്തിൽ നമ്മുടെ ബൈഅത്തിൽ ആണ്, ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. പറയുന്നു, ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ മറ്റു മുസ്ലിങ്ങളും പ്രത്യക്ഷത്തിൽ നമസ്കരിക്കുന്നു, കലിമ ചൊല്ലുന്നു, നോമ്പെടുക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ലവരായി തോന്നുന്നു. പിന്നെ ഈ പുതിയ ജമാഅത്തിന്റെ ആവശ്യം എന്തായിരുന്നു? അവിടുന്ന് പറയുന്നു, ഇവർ പ്രത്യക്ഷത്തിൽ നമ്മുടെ ബയ്യത്തിൽ ഉൾപ്പെട്ടിട്ടും അത്തരം വസ്വസയും ആരോപണവും കേട്ട് എഴുതുന്നു. ഞങ്ങൾക്കതിന് മറുപടി നൽകാൻ സാധിച്ചില്ല. അത്തരം കത്തുകൾ വായിച്ച് എനിക്ക് അത്തരക്കാരെ കുറിച്ച് ഖേദവും കരുണയും തോന്നുന്നു. അവർ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യവും ഉദ്ദേശവും മനസ്സിലാക്കിയിട്ടില്ല. അവർ ഇത്രമാത്രമാണ് കാണുന്നത്. ആചാരപരമായി ഇവർ നമ്മെപ്പോലെ ഇസ്ലാമിക ചിഹ്നങ്ങൾ ആചരിക്കുന്നു, നിർബന്ധ ദൈവിക കടമകൾ നിർവഹിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിന്റെ ആത്മാവ് അതിൽ ഉണ്ടായിരിക്കുകയില്ല. കേവലം നിർബന്ധ നിലയിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് പ്രത്യക്ഷമായ നിലയിലല്ല, മറിച്ച് യഥാർത്ഥ നിലയിൽ ആയിരിക്കണം ഇബാദത്തും മറ്റു നിർബന്ധ കടമകളും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മന്ത്രവാദം പോലെ പ്രവർത്തിക്കുന്നു. വസ്വസ ഉണ്ടായി കാര്യങ്ങൾ പിന്നീട് അതിന്റെ സ്വാധീനം അവരിൽ ചെലുത്തുന്നു. അവർ ചിന്തിക്കുന്നില്ല, നാം യഥാർത്ഥ ഈമാനെ ഉണ്ടാക്കിയെടുക്കണം. അത് മനുഷ്യന്റെ പാപത്തിന്റെയും തിന്മയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. എന്നാൽ ആചാരപരമായ അനുഷ്ഠാനം പിന്തുടരുന്നു. ഈ ആളുകൾ അവരുടെ ദൃഷ്ടി പ്രത്യക്ഷമായ നിലയിലുള്ളതിനെ കുറിച്ചാണ്. അവരുടെ കൈകളിൽ തൊലിയാണുള്ളത്, അതിൽ കഴമ്പില്ല. തീർച്ചയായും പ്രകടമായ കർമ്മങ്ങൾ മുസ്ലിങ്ങൾ ചെയ്യുന്നു, എന്നാൽ അവരിൽ ആത്മാവില്ല, തഖ്വയില്ല. അവിടുന്ന് പറയുന്നു, അഥവാ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവരുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളായിരുന്നുവെങ്കിൽ അതിന്റെ പരിശുദ്ധ ഫലം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഈ കാര്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഇവർ, അതായത് ചില മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നില്ല നമ്മളിൽ ഇസ്ലാമിനെതിരിൽ എന്ത് കാര്യമാണുള്ളത്. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, നമസ്കരിക്കുകയും നോമ്പ് കാലത്ത് നോമ്പെടുക്കുകയും ചെയ്യുന്നു, സക്കാത്ത് നൽകുന്നു. എന്നാൽ ഞാൻ പറയുന്നു, അനവധി മുസ്ലിം പണ്ഡിതന്മാർ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇസ്ലാം അനുസരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളുമായി കൂടി ചേർന്നുകൊണ്ട് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ എന്ത് ഗ്രഹിക്കാനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ ചൊല്ലുന്നു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് നൽകുന്നു. അവിടുന്ന് പറയുന്നു, ഇതൊന്നും തന്നെയല്ല. പറയുന്നു, എന്നാൽ ഞാൻ പറയുന്നു, അവരുടെ എല്ലാ കർമ്മങ്ങളും അമാലെ സാലിഹായുടെ രൂപത്തിലല്ല, മറിച്ച് കേവലം ഒരു തൊലി പോലെയാണ്, അതിനകത്ത് കഴമ്പില്ല. അതല്ല എങ്കിൽ ഈ കർമ്മങ്ങൾ അമാലെ സാലിഹായിരുന്നുവെങ്കിൽ പിന്നെ അത് മുഖേന ഉണ്ടാകുന്ന പരിശുദ്ധ ഫലം എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? സൽക്കർമ്മങ്ങൾ അപ്പോഴാണ് സൽക്കർമ്മങ്ങളായി തീരുക. എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്നും മായത്തിൽ നിന്നും അത് ശുദ്ധമായിരിക്കണം. അവരിൽ ഈ കാര്യം എവിടെയാണുള്ളത്? ഞാൻ ഒരിക്കലും തന്നെ വിശ്വസിക്കില്ല ഒരാൾ മുഅ്മിനും മുത്തഖിയുമാണ്, സൽക്കർമ്മം ചെയ്യുന്ന വ്യക്തിയുമാണ്,
എന്നാൽ അയാൾ സത്യവാദിയുടെ ശത്രുവുമാണ്. എന്നാൽ ഇവർ നമ്മെ കടിഞ്ഞാണില്ലാത്തവനും നിരീശ്വരവാദിയും എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല. ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് വിവരിച്ചു, എന്നെ അള്ളാഹു നിയോഗിച്ചയച്ചിരിക്കുന്നു. അഥവാ അള്ളാഹുവിനെ കുറിച്ച് അല്പം മഹത്വം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ നിഷേധിക്കുമായിരുന്നില്ല, അവനെ ഭയപ്പെടുമായിരുന്നു. നാം അള്ളാഹുവിന്റെ മാർഗത്തെ കുറച്ചു കാണിക്കുകയായിരുന്നു എന്ന് ഭയപ്പെടുമായിരുന്നു. എന്നാൽ അതുണ്ടാകുക അവരിൽ യഥാർത്ഥവും സത്യസന്ധവുമായ ഈമാൻ അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകുമ്പോഴായിരിക്കും. അവർ പ്രതിഫലത്തിന്റെ ദിവസത്തെ ഭയപ്പെടുമ്പോഴായിരിക്കും. ലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽം എന്നതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴായിരിക്കും. ആയത്ത് നിങ്ങൾക്കറിവില്ലാത്ത കാര്യം നിങ്ങൾ പറയരുത്. ഈ കാര്യം വിവരിച്ചുകൊണ്ട് മസീഹ് മൗഊദിന്റെ ആഗമന ലക്ഷ്യം ആന്തരികവും ബാഹ്യവുമായ ഫിത്നയിൽ നിന്നും ആക്രമണത്തിൽ നിന്നും ഇസ്ലാമിനെ രക്ഷിക്കലാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതിനെക്കുറിച്ച് വാർത്ത നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു. ആ സമയത്ത് രണ്ട് വിധത്തിലുള്ള ഫിത്നകൾ ഉണ്ടാകും. ഒന്ന് ആന്തരികമായിട്ടുള്ളത്, മറ്റൊന്ന് ബാഹ്യമായിട്ടുള്ളത്. ആന്തരികമായ ഫിത്ന ഇതായിരിക്കും: വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടാവുകയില്ല, ശൈത്താനിക കർമ്മങ്ങളിൽ കീഴിൽ വരും, സൽക്കർമ്മങ്ങൾ ഉണ്ടാവുകയില്ല, ചൂതാട്ടം, വ്യഭിചാരം, മദ്യപാനം, എല്ലാവിധത്തിലുള്ള തിന്മയും പാപവും ഉണ്ടായിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ പരിധിയിൽ നിന്ന് പുറത്തുപോകും, അള്ളാഹുവിന്റെ വിലക്കുകളെ വിലവെക്കുകയില്ല, നമസ്കാരവും നോമ്പും ഉപേക്ഷിക്കും, ദൈവിക കൽപ്പനകളെ അപമാനിക്കും, വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യും. ഇത് ആന്തരികമായ ഫിത്നയാണ്, മുസ്ലിങ്ങളുടെ ഉള്ളിലുള്ള ഫിത്നയാണ്. ബാഹ്യമായ ഫിത്ന ഇതാണ്. മുസ്ലിം ലോകത്ത് തന്നെ നോക്കുക, പരസ്പരം ഏതു വിധത്തിലാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാഹ്യമായ ഫിത്ന ഇതായിരിക്കും: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വ്യക്തിത്വം അപമാനിക്കപ്പെടും. അതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള ഹൃദയഭേദകമായ ആക്രമണങ്ങളുടെ ഇസ്ലാമിനെ അപമാനിക്കാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കും. മസീഹിന്റെ ദൈവത്വം സ്ഥാപിക്കുന്നതിനു വേണ്ടി, കുരിശിന്റെ ശാപമരണത്തിൽ വിശ്വസിക്കാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിക്കും. ചുരുക്കത്തിൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പരിഷ്കരണത്തിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത നൽകി. അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ നിയോഗിക്കപ്പെടും, അദ്ദേഹം ആന്തരിക ഫിത്ന ഇല്ലായ്മ ചെയ്യുകയും കുരിശിനെ ഉടക്കുകയും ചെയ്യും. ആ അർത്ഥത്തിൽ അദ്ദേഹം മസീഹ് മൗഊദായിരിക്കും. എല്ലാവിധ കലഹങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഹിദായത്തിന്റെ യഥാർത്ഥ മാർഗത്തിൽ നയിക്കും. അങ്ങനെ അദ്ദേഹം മഹ്ദി ആയിരിക്കും. ഇതാണ് ആഖിരീന മിൻഹും എന്നതിൽ സൂചന നൽകിയിരിക്കുന്നത്. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചിരിക്കുന്നു. നമ്മുടെ അള്ളാഹുമായുള്ള ബന്ധം, തഖ്വയുടെ നിലവാരം മറ്റു മുസ്ലിങ്ങളെക്കാൾ ഉന്നതമായിരിക്കേണ്ടതാണ്. അവിടുന്ന് വരച്ചു കാട്ടിയ ചിത്രം അത് നമ്മുടേതായിരിക്കാൻ പാടില്ല. നമ്മുടെ കർമ്മപരമായ അവസ്ഥ മറ്റുള്ളവരെക്കാൾ ഉന്നതമായിരിക്കണം. നമ്മുടെ കർമ്മം എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ചതായിരിക്കണം. ഈ കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, മനുഷ്യൻ ബൈഅത്ത് ചെയ്ത് അതുമാത്രം മതിയായി എന്ന് മനസ്സിലാക്കരുത്. ഈ ജമാഅത്ത് സത്യമാണെന്ന് മാത്രം വിചാരിക്കരുത്. ഇതുമാത്രം വിശ്വസിച്ചതുകൊണ്ട് ബർക്കത്ത് ലഭിക്കുകയില്ല. പറയുന്നു, വിശ്വസിച്ചതുകൊണ്ട് അള്ളാഹു സന്തോഷിക്കുകയില്ല. ഏതുവരെ? അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലയോ? പരിശ്രമിക്കുക. ഈ ജമാഅത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവരായിത്തീരുക, മുത്തഖീങ്ങളാവുക, എല്ലാവിധ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുക, ദുആയിൽ ഈ സമയം കഴിച്ചുകൂട്ടുക, വിലാപത്തിലും ദുആയിലും സമയം കഴിച്ചുകൂട്ടുക. പരീക്ഷണത്തിന്റെ സമയം വരുമ്പോൾ അള്ളാഹുവിന്റെ കോപവും വർദ്ധിച്ചിരിക്കും. അപ്പോൾ വിലാപവും ദുആയും സദക്കയും പ്രയോജനപ്പെടും. ഇസ്തിഗ്ഫാറിനെ രീതിയാക്കുക, നാവിനെ മൃദുലമാക്കുക, പാപത്തിൽ നിന്ന് മോചനം തേടുക. ഒരു ചൊല്ല് പ്രസിദ്ധമാണ്, ചോദിച്ചുകൊണ്ട് ആരും തന്നെ മരിക്കുകയില്ല. അഥവാ മനുഷ്യൻ ഇത് കേവലം അംഗീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അംഗീകരിച്ച് മനുഷ്യൻ അതിനെ പിന്നിലോട്ട് വലിച്ചെറിയുകയാണെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ബൈഅത്ത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. അള്ളാഹു കേവലം വാക്കുകൾ കൊണ്ട് തൃപ്തിപ്പെടുകയില്ല. അവിടുന്ന് പറയുന്നു,
അമലെ സാലിഹ എന്താണ് എന്ന് വിവരിച്ചുകൊണ്ട് അമലെ സാലിഹയുടെ വിവക്ഷിതം നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അമലെ സാലിഹയെ കുറിച്ച് പറയുന്നു. അമലെ സാലിഹ അതാണ് ഏതൊന്നിലാണോ ഒരു തരി പോലും കുഴപ്പമില്ലാത്ത. ഓർത്തുകൊള്ളുക, മനുഷ്യന്റെ കർമ്മങ്ങളിൽ എപ്പോഴും മോഷണം നടക്കും. ഏത് വിധത്തിലുള്ള മോഷ്ടാവാണത്? മോഷ്ടിക്കുക, കാണിച്ചുകൂട്ടൽ, അതായത് മനുഷ്യൻ കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. ഉജുബ് അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ട് അതിൽ തന്റെ നഫ്സിൽ സംതൃപ്തനാകുക, ഇതിനാണ് ഉജുബ് എന്ന് പറയുന്നത്. അയാളിൽ നിന്ന് സംഭവിക്കുന്ന പാപങ്ങൾ അത് മുഖേന കർമ്മങ്ങൾ നിരർത്ഥകമായി നിഷ്ഫലമായി തീരുന്നു. കാണിച്ചുകൂട്ടൽ, അഹങ്കാരം, മനുഷ്യരുടെ അവകാശങ്ങൾ ലംഘിക്കുക എന്നുള്ള ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സൽക്കർമ്മങ്ങളിലൂടെ മനുഷ്യൻ ആഖിറത്തിൽ രക്ഷപ്പെടുന്നതിലൂടെ ഈ ലോകത്തും രക്ഷപ്പെടുന്നു. അതായത് പരലോകത്ത് രക്ഷപ്പെടുന്നത് പോലെ ഈ ലോകത്ത് മനുഷ്യർ രക്ഷപ്പെടുന്നു. അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നു. സൽക്കർമ്മങ്ങളാണ് എങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുന്നതായിരിക്കും. അഥവാ ഒരു വീട്ടിൽ സൽക്കർമ്മകാരിയായ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ആ മുഴുവൻ വീടും രക്ഷപ്പെടുന്നതായിരിക്കും. ഓർത്തുകൊള്ളുക, ഏതുവരെ നിങ്ങൾ സൽക്കർമ്മങ്ങളില്ലയോ അതുകൊണ്ട് കേവലം വിശ്വസിച്ച് ഒരു പ്രയോജനം ചെയ്യുകയില്ല. ഒരു വൈദ്യൻ മരുന്നെഴുതി നൽകുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ മരുന്ന് വാങ്ങിച്ചത് ഉപയോഗിക്കുമ്പോഴായിരിക്കും ഫലം ചെയ്യുക. അത് ഉപയോഗിക്കാതിരുന്നാൽ കേവലം മരുന്നെഴുതി വാങ്ങിയത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഇപ്പോൾ നിങ്ങൾ തൗബ ചെയ്തിരിക്കുന്നു. ഇനി ആ ഭാവിയിൽ അല്ലാഹു കാണാൻ ആഗ്രഹിക്കുന്നു. ഈ തൗബ കൊണ്ട് നിങ്ങൾ എത്രമാത്രം ശുദ്ധി കൈവരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടം തഖ്വയിലൂടെ അല്ലാഹു വിരധിക്തത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. ഒരുപാട് ആളുകൾ ഉപദേശിക്കുന്നു, പക്ഷേ തങ്ങളുടെ നഫ്സിനെ നോക്കുകയില്ല. ചില ആളുകളുണ്ട്, അവർക്ക് തിന്മയെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ചിലരുണ്ട്, അവർക്ക് തിന്മയെക്കുറിച്ച് അറിവ് പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അല്ലാഹു എപ്പോഴേക്കും ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. മനുഷ്യൻ എല്ലാ പാപങ്ങൾക്ക് വേണ്ടിയും, അത് ആന്തരികമാകട്ടെ ബാഹ്യമാകട്ടെ, അയാൾക്കറിയുന്നതാകട്ടെ അയാൾക്കറിയാത്തതാകട്ടെ, കാലും കയ്യും നാവും മൂക്കും ചെവിയും കണ്ണും കൊണ്ടുള്ള എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. അയാൾക്ക് ഒരു വസ്തുവും തന്നെ, കർമ്മവും തന്നെ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗവും തന്നെ പാപം ആകുന്ന വിധത്തിൽ ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. ശരീരത്തിന്റെ എല്ലാ ഭാഗവും പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇന്ന് ആദം അലൈഹി ഇസ്ലാമിന് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ആ ദുആ ഇതാണ്: റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആ ആരംഭകാലത്ത് തന്നെ സ്വീകരിക്കപ്പെട്ടതാണ്. അശ്രദ്ധ കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടാതിരിക്കുക. ആരാണോ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നത് അയാൾ അതിഭയാനകമായ പരീക്ഷണത്തിൽ അകപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അള്ളാഹുവിനോടുള്ള ഭയത്തിൽ ജീവിക്കുക എന്ന ആൾ ഒരിക്കലും തന്നെ അസാധാരണമായ പരീക്ഷണങ്ങൾ അകപ്പെടുകയില്ല. പറയുന്ന ഒരു പരീക്ഷണവും ദൈവനിശ്ചയവും ദൈവ വിധിയും ഇല്ല, അത് വരികയില്ല. ഏതുപോലെ എനിക്ക് ഈ ദുആ ഇൽഹാം ഉണ്ടാക്കി. റബ്ബി കുല്ലി ഷൈഇൻ ഖാദിമുക റബ്ബി ഫഅഫദ്നി വൻസുർനി വർഹംനി. പറയുന്നു, ഇത് നമ്മുടെ ഈമാനാണ്, എല്ലാം അവന്റെ കൈകളിലാണുള്ളത്. അവൻ കാര്യഹേതുക്കളിലൂടെ ചെയ്യട്ടെ, അല്ലെങ്കിൽ കാര്യഹേതുക്കളില്ലാതെ ചെയ്യട്ടെ. അള്ളാഹു ഒരു മാർഗം ചെയ്യുന്നു, അല്ലാതെ ചെയ്യുന്നു. എല്ലാം അള്ളാഹുവിന്റെ കൈകളിലാണുള്ളത്. അതുകൊണ്ട് ഈ ദുആ ചെയ്യേണ്ടതാണ്. ഈ രണ്ട് ദുആയിലേക്കും ശ്രദ്ധിക്കുക. ഓരോ അഹമ്മദിയും എന്നല്ല, ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച് ഈ വിശ്വസിച്ചതുകൊണ്ട് അതിനോടുള്ള കടമകൾ നിർവഹിക്കുന്നവരാണോ, ബയ്യത്തിന്റെ കടമ നിറവേറ്റുന്നവരാണോ? പലപ്പോഴും ഞാൻ പരിശോധിക്കുമ്പോൾ ഈ കാര്യം മുന്നിൽ വരുന്ന നമ്മളിൽ ഒരുപാട് പേരുണ്ട്. അവർ നമസ്കാരം പോലും പൂർണ്ണമായും അനുഷ്ഠിക്കുന്നവരല്ല, നമസ്കാരത്തിലേക്ക് ശ്രദ്ധയുള്ളവരല്ല. ഇസ്തിഗ്ഫാറിലേക്ക് ചിലർക്ക് തീർത്തും ശ്രദ്ധയില്ല. പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധയില്ല. ഈ അവസ്ഥയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എന്ന്? നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള കടമകൾ നിറവേറ്റുന്നവരാണ് എന്ന്? മറ്റുള്ളവര് വിശ്വസിക്കാതെ തെറ്റ് ചെയ്യുന്നു, പാപം ചെയ്യുന്നു. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കാതെ, ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കാത്ത കാരണം കൊണ്ട് പാപികളായി തീരുന്നു. വളരെ വ്യാകുലതയോടുകൂടി നമ്മളിൽ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. അള്ളാഹു നമ്മൾ കേവലം ആചാരപരമായി മസീഹ് ദിനം ആചരിക്കുന്നവരാകാതിരിക്കട്ടെ. മസീഹ് ദിനെ സ്വീകരിച്ചതിനുള്ള കടമകൾ നിർവഹിക്കുന്നവരെ മാറട്ടെ.
എല്ലാവിധത്തിലുള്ള ആന്തരികവും ബാഹ്യവുമായ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി തീരട്ടെ. അള്ളാഹു എപ്പോഴും അവന്റെ അഭയത്തെ നമ്മെ വെക്കുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ഈ ഒരു അറിയിപ്പും ഉണ്ട്, സന്തോഷ വാർത്ത കൂടിയാണ്. ഇവിടെ നിന്ന് അൽ ഹക്കം പത്രം കാദിയാനിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അതിന്റെ പുനർപ്രസിദ്ധീകരണം 1934 വീണ്ടും ആരംഭിച്ചു. പിന്നീട് അത് തടസ്സപ്പെട്ടു. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഈ പത്രം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ആദ്യത്തെ പത്രമായിരുന്നു. ഇത് പ്രിന്റ് എണ്ണം വളരെ കുറച്ചായിരിക്കും, എന്നാൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ജുമ്മാ ഖുത്ബക്ക് ശേഷം ഉടനെ തന്നെ അത് ലഭിക്കും. അത് ഈ വെബ്സൈറ്റിൽ www.alhakam.org. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും ടാബ്ലറ്റ്സുകളിലും എന്നിവക്കായി അൽ ഹക്കം എന്ന പേരിൽ ആപ്പും ലഭ്യമാണ്. അതിൽ ഡൗൺലോഡ് ചെയ്ത് ഈ പത്രം എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കുന്നതാണ്. ഈ ആപ്പ് പ്രസിദ്ധമായ മൊബൈൽ ഫോൺ സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് എന്നിവയിൽ ഖുത്ബക്ക് ശേഷം ലഭിക്കുന്നതാണ്. മസീഹ് മൗഊദ് ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പതിപ്പാണ് ഈ ലക്കം. ഇനി എല്ലാ വെള്ളിയാഴ്ചയും പുതിയ പതിപ്പ് അപ്ലോഡാകും. പ്രിന്റ് എണ്ണത്തിൽ കുറവായിരിക്കും, എന്നിരുന്നാലും ഇതിൽ നിന്ന് ആളുകൾക്ക് പ്രയോജനമെടുക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു ഇപ്പോഴുള്ള ഇതിന്റെ ഈ പ്രസിദ്ധീകരണം എപ്പോഴും നിലനിർത്തുന്നതാക്കി തീർക്കട്ടെ. ഇത് ഇംഗ്ലീഷിലായി ആണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയുന്ന Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.